ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു. അങ്ങനെ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വരും. ഇതോടെ 15 മാസം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനാണ് ഇപ്പോൾ അറുതിയാവുന്നത്. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ മാസങ്ങളായി നടന്ന നീണ്ട ചർച്ചകളാണ് വിജയം കണ്ടത്. കരാർ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. And to continue implementing these procedures and measures in accordance with the agreement. The state of Qatar will continue working jointly with its partners in order to make sure that this deal is implemented in full and that calm returns to the Gaza Strip in a sustainable manner, and we will never give up the people of Gaza. Thank you. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന 20 മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ യുഎസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഗസ ജനതയുടെ ധീരതയുടെ വിജയമാണിതെന്ന് ഹമാസ്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗസയിലെങ്ങും ജനം ആഹ്ലാദ പ്രകടനം നടത്തി. നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. പകരം ഇസ്രയേൽ ജയിലിലുള്ള 100-ലേറെ പലസ്തീൻകാരെ വിട്ടയക്കും. ഗസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. ആദ്യഘട്ടം തീരും മുൻപ് തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള ചർച്ച ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും ആ പോസിറ്റീവ് വാർത്തയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ദിനം തുടങ്ങുന്നത്, നമ്മുടെ മോർണിംഗ് വാക്കും തുടങ്ങുന്നത്. എനിക്കൊന്ന് മെറിമേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അല്ലേ? നമ്മൾ എത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ പ്രാവശ്യം ചർച്ചകൾ നടക്കുന്നു. ഖത്തറും ഈജിപ്തും മധ്യസ്ഥതയിൽ, അതുപോലെ അമേരിക്ക നേതൃത്വം എടുക്കുന്നു. പലതരത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ആ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അത് വന്നിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ അത് വരുമ്പോൾ ഇനി വരുന്നത് സമാധാനത്തിന്റെ നാളുകളാണ്. മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, വലിയ സന്തോഷമുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, അത്യാവശ്യം ഈ വെടിനിർത്തൽ കരാറിന്റെ അത് ഏത് രീതിയിലാണ്, 3 ഘട്ടങ്ങളിലായി എങ്ങനെയൊക്കെയാണ് നടപ്പാക്കുക, എന്ന് നിലവിൽ വരും തുടങ്ങിയ വിവരങ്ങൾ. എനിക്ക് തോന്നുന്നു എല്ലാ തവണയും ഈ ഗസ യുദ്ധത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും യുദ്ധക്കെടുതികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ സമാധാന സന്ദേശമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സ്മിത പറഞ്ഞതുപോലെ തന്നെ ആ ചർച്ചകൾ എങ്ങനെയാണ് ഫലം കണ്ടത്? ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രജിൻ. സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത്. പ്രധാനമായും ഗസയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. 15 മാസം നീണ്ടുനിന്ന ഇസ്രായേലും ഹമാസും തമ്മിൽ നീണ്ടുനിന്ന 15 മാസം നീണ്ട യുദ്ധത്തിനാണ് ഇപ്പോൾ വിരാമമാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലൂടെ വരുന്നത്. പ്രധാനമായും വെടിനിർത്തൽ കരാർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തും നടത്തിയ മധ്യസ്ഥ ചർച്ചകളെ തുടർന്നാണ് ഇപ്പോൾ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. പ്രധാനമായും 6 ആഴ്ചത്തേക്കാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ വന്നിരിക്കുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു കരാറിൽ ബന്ദികളെ വിട്ടയക്കാനാണ്. ആദ്യഘട്ടത്തിൽ ബന്ദികളെ വിട്ടയക്കും. 33 ബന്ദികളെ ആയിരിക്കും ഹമാസ് വിട്ടയക്കുക. പകരം ഇസ്രായേലിന്റെ ജയിലുകളിലുള്ള പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. മാത്രമല്ല ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നടപടികളും ഈ ഒരു ഘട്ടത്തിലുണ്ടാകും. 600 ട്രക്കുകളിലായി മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത തന്നെയുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു ദിവസങ്ങളായി തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ഉപവിദേശകാര്യമന്ത്രി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സന്തോഷകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാമെന്ന സൂചന നൽകിയിരുന്നു. ഈ അമേരിക്കയിൽ തന്നെ ഭരണമാറ്റം വരാനിരിക്കുകയാണ്. ഈ മാസം 20-ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതല ഏൽക്കുകയാണ്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിന് മുൻകൂട്ടി തന്നെയാണ് ചർച്ചകൾ സജീവമായതും. ഇപ്പോൾ ജോ ബൈഡന്റെ പ്രതികരണം വന്നിരിക്കുന്നത് തന്റെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെയും സംഘത്തിന്റെയും കൂട്ടായ പരിശ്രമ ഫലമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ നയതന്ത്രത്തിന്റെ വിജയമാണ് ഇത്തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഫലം കണ്ടതെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗസയിൽ ഇപ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ സമാധാന പുലരി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ
കരാറോടെ വന്നിരിക്കുന്നത്. നവംബർ 2023 നവംബറിലാണ് നേരത്തെ ആദ്യഘട്ട വെടിനിർത്തൽ വന്നത്. ആ ഒരു ഘട്ടത്തിൽ 110 ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു, ഹമാസ് വിട്ടയച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ 33 ബന്ദികളെ ആയിരിക്കും ഇപ്പോൾ ഹമാസ് വിട്ടയക്കുക. എന്തായാലും ഇപ്പോൾ 2023 ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രായേലിന് മേൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഈ ഒരു ആക്രമണമാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിലാണ് ഹമാസ് ഈ ഒരു ആക്രമണം നടത്തിയത്. പാരാഗ്ലൈഡറിലും എല്ലാം വന്നിറങ്ങിക്കൊണ്ട് അന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് പോലും മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ആക്രമണമാണ് നടന്നത്. ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഓപ്പറേഷൻ അയൺ സോഡ്സ് എന്ന പേരിൽ തിരിച്ചടിച്ചു. ഈ ഒരു യുദ്ധമാണ് ഇപ്പോൾ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ട 47,000-ഓളം പേരാണ് ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്ര പേർ കൊല്ലപ്പെട്ട ഒരു യുദ്ധമായി ഇസ്രായേൽ ഹമാസ് യുദ്ധമായി ഇത് മാറിയത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ 15 മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു സമാധാന പുലരുണ്ടാകുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ആ സമാധാനം പുലരുന്നു അവിടെ പശ്ചിമേഷ്യയിൽ. എങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും പഴയതുപോലെ ആ സമാധാനത്തിന്റെ തീരത്തേക്ക് വരട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ സമാധാനത്തിന് മാത്രമായിരിക്കട്ടെ. അതെ, മാസങ്ങളായി കാത്തിരുന്ന വാർത്തയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിൽ ഈ വാർത്ത എത്തുമ്പോൾ ലോകം മുഴുവനും സന്തോഷിക്കുന്നുണ്ടാകും. എത്ര പേരുടെ കണ്ണീരാണ്, എത്ര രക്തച്ചൊരിച്ചിലുകളുടെ ദിവസമായിരുന്നു. ഇനിയിപ്പോ വരുന്നത് സമാധാനത്തിന്റെ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്തു തീർക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള ഊർജ്ജം എല്ലാവർക്കും കിട്ടും. ഒരുപാട് കുട്ടികളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം യുദ്ധക്കിടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് അവിടുത്തെ കുട്ടികളാണ്. അത് കാര്യം പറയാതെ വയ്യ. എന്തായാലും അതിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാവുന്നു എന്നത് സന്തോഷം നൽകുന്ന കാര്യം.